അപ്പോൾ സ്വാഭാവിക നീതി ആർക്കാണ് എപ്പോഴും കൊടുക്കേണ്ടത് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഇന്നത്തെ ചാനൽ ചർച്ചയിലൊക്കെ. നിങ്ങൾ ഇരയുടെ കൂടെയാണോ വേട്ടക്കാരൻ്റെ കൂടെയാണോ എന്നുള്ളതാണ്. നമ്മൾ ഈ ചോദ്യം ഉണ്ടല്ലോ, ഈ കർണനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും അശ്വത്ഥാമാവിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ യഥാർത്ഥത്തിൽ നിൽക്കുന്നത് വേട്ടക്കാരുടെ കൂടെയാണ്. കാരണം ആത്യന്തികമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് വിക്ടിംസിന് നീതി കൊടുക്കുക എന്നുള്ളതാണ്, അല്ലേ? അതിന് പല മാർഗങ്ങളും സ്വീകരിക്കേണ്ടി വരും. അതിന് ഭഗവാൻ തന്നെ പറഞ്ഞതുപോലെ ലക്ഷ്യമാണ് പ്രാധാന്യം, അല്ലാണ്ട് മാർഗമല്ല. പല മാർഗങ്ങളും സ്വീകരിക്കേണ്ടി വരും. ആത്യന്തികമായിട്ട് ധർമ്മം ഉണ്ടാവുക എന്നുള്ളതാണ് ഭഗവാന്റെ ലക്ഷ്യം. ഭഗവാൻ ധർമ്മ സംസ്ഥാപനത്തിനാണ് അവതരിച്ചിട്ടുള്ളത്. ഭൂമിയിലുള്ള ഈ പറയുന്ന ഭൂമിയുടെ ഭാരം കുറയ്ക്കുക എന്നുള്ളതും കൂടി ഭഗവാന്റെ ഉത്തരവാദിത്വത്തിലുണ്ട്. അതുകൊണ്ടാണ് 18 ദിവസം ഒരു വലിയ യുദ്ധം നടത്തി ഭൂമിയിലുണ്ടായിരുന്ന ഒരുമാതിരിപ്പെട്ട ഈ മോശം ആളുകളെയൊക്കെ ഭഗവാൻ അവിടെ വെച്ച് തന്നെ ഭഗവാന്റെ സ്വയം കൈകൊണ്ട് കൊല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് കൊല്ലിപ്പിക്കുന്നത്. അത് ഭൂഭാരം തീർക്കുക എന്നുള്ളതും ഒപ്പം പരമമായിട്ടുള്ള നീതി അത് നിഷേധിക്കപ്പെട്ടവർക്ക് കൊടുക്കുക എന്നുള്ളതും 3 വരും കാലത്തേക്ക് നല്ലൊരു ഭരണം ഭാരതത്തിൽ ഉണ്ടാവുക എന്നുള്ള 3 ലക്ഷ്യങ്ങളാണ് ഭഗവാൻ അതുകൂടെ നിറവേറ്റിയിട്ടുള്ളത്. അതിന് ഭഗവാൻ പല മാർഗങ്ങളും സ്വീകരിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അതൊക്കെ വെറും കഥകളായിട്ട് കേൾക്കാതെ അതിൻ്റെ തത്വബോധത്തിൽ മനസ്സിലാക്കിയാൽ ഈ ഒരു കൺഫ്യൂഷൻ മാറി കിട്ടുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.